ഹലോ, വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. നിങ്ങളുടെ ഓർക്കിഡ് പ്ലാന്റിന്റെ ഇല ഇങ്ങനെ മഞ്ഞളിച്ച് പോകാറുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ചിലർക്കൊക്കെ ടെൻഷൻ ആവുമോ, എൻ്റെ പ്ലാന്റ് നശിഞ്ഞു പോകുന്നല്ലോ, എന്താണ് ഇതിന് പ്രതിവിധി, എന്താണ് ഇതിന്റെ കാരണം. ആദ്യം നമ്മൾ കാരണം അറിയണം, എന്തുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞളിച്ച് വരുന്നത് എന്നുള്ള ആദ്യം കാരണം അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇല മഞ്ഞളിക്കുന്നതിന്റെ 10 കാരണങ്ങൾ, പല കാരണങ്ങളാണ്, എന്നാലും ഞാൻ അതിൽ 10 കാരണങ്ങളാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന്റെ പരിഹാരവും കൂടെ ഞാൻ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വീഡിയോ ഒന്ന് കുറച്ച് ലെങ്തി ആയിന്ന് വരും, എന്നാലും ചെറുതാക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഓർക്കിഡ് പ്ലാന്റിന്റെ സ്റ്റമ്മിന്റെ ഈ അടിയിൽ നിന്ന്, ലീഫിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഇല കൊഴിഞ്ഞു പോകാറുണ്ട്. അത് ഇപ്പൊ ഞാൻ ഇതിൽ കാണിച്ചതുപോലെ അതിന് ഈ ഇല കൊഴിയാൻ ഒരു കാലം ഉണ്ടല്ലോ. അപ്പോൾ ആ കാലമാകുമ്പോഴേക്കും അതിന് എല്ലാത്തിനും ഒരു കൊഴിയുന്നൊരു കാലമുണ്ട്. അപ്പൊ ആ കാലമാകുമ്പോൾ അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, നാച്ചുറലായിട്ട് അത് അങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇല മഞ്ഞളിപ്പ് വരുന്നത്. അതായത് വേറെ ഡാമേജ് ഒന്നും ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് കണ്ടോ, മദർസ്റ്റം. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ കാലം കഴിയുമ്പോൾ ഇതിന്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. മദർസ്റ്റമ്മിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കിക്കീസിന് ആവശ്യമായ വെള്ളവും വളമൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കാര്യം നോക്കണം. ഈ സ്റ്റമ്മിന്റെ ലീഫും കൂടെ പരിപാലിക്കേണ്ടി വരുമ്പോഴേക്കും ഓവറായിട്ട് എനർജി ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത് പതുക്കെ അതിൻ്റെതായ എനർജി കുറക്കാൻ വേണ്ടി അത് പതുക്കെ അതിന്റെ ലീഫുകളെല്ലാം കൊഴിച്ചു വരും. അപ്പോൾ ആ കൊഴിച്ചു വരുന്നത് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ഇതിന് കൂടുതലായിട്ട് നോക്കാൻ വേണ്ടിയാണ് ഇതിന്റെ ഇലകളെല്ലാം കൊഴിച്ചു വരുന്നത്. അതുകൊണ്ട് ഓരോന്ന് വെച്ച് ഇങ്ങനെ നമ്മുടെ ലീഫ് കൊഴിഞ്ഞു പോയി എന്ന് വെച്ച് പേടിക്കേണ്ടതായ ഒരു കാരണവും ഇല്ല. അടിയിലത്തെ ഇല കൊഴിഞ്ഞു പോണ കാര്യം പറഞ്ഞല്ലോ നമ്മൾ. അപ്പോൾ പിന്നീടുള്ളത് സംഭവിക്കാവുന്നത് ഈ മേലുള്ള ഈ ഇലകൾ കണ്ടോ, ഇതിനെ ക്രൗൺ ലീഫ് എന്നാണ് പറയുന്നത്. അതായത് മേലുള്ള ഇതിനെ നമ്മൾ അങ്ങനെ പറയുന്നത് ക്രൗൺ ലീഫ് എന്ന് പറയുന്നത്. ഈ ലീഫുകൾ 2 ചിലപ്പോൾ ഇതിലൊന്നോ ചിലപ്പോൾ 2 ഇതെല്ലാം ചിലപ്പോൾ കൊഴിഞ്ഞു പോയി മഞ്ഞ കളർ വന്നെന്ന് വരെ. ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് മഞ്ഞളിപ്പ് വരാൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ നനക്കുമ്പോൾ ചെയ്യുന്നൊരു ഡാമേജ്. അതായത് നമ്മൾ നനക്കുമ്പോൾ ഈ ക്രൗൺ പോർഷന്റെ ഉള്ളിൽ വെള്ളം തങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ ചീയൽ വരും. അങ്ങനെയാണ് ഈ ലീഫ് മഞ്ഞളിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന് പരിഹാരം എന്ന് പറയുന്നത്, അതിങ്ങനെ ചീഞ്ഞു വരുമ്പോൾ ഇവിടെ വെച്ച് എവിടം വരെ ചീഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയിട്ട് ഇവിടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് ഒന്ന് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ചിലപ്പോൾ ചീയില്ലാന്ന് വെക്കാം, പക്ഷെ നല്ല ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഇങ്ങോട്ടും ചീഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചാണോ നമ്മൾ ഇവിടെ ഇത്രയും വരെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെ വെച്ച് പിന്നീടും നമ്മൾ കട്ട് ചെയ്ത് ചെയ്യേണ്ടി വരും. അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും വെച്ച് നിന്നെന്ന് വരാം, ചിലപ്പോൾ ഇങ്ങോട്ടും ചീഞ്ഞു പോയെന്ന് വരാം. അപ്പോൾ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് സാഫ് പുരട്ടി കൊടുക്കണം. ഈ ലീഫ് കണ്ടോ, ഇതിനെ നമ്മൾ സൺബേൺ എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് സൂര്യപ്രകാശം, അതായത് വെയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലീഫിൽ അടിച്ചാലുള്ള പ്രശ്നമാണിത് കേട്ടോ. എനിക്കിങ്ങനെ വരാത്തതാണ്, എൻ്റെ ഗ്രീൻ നെറ്റ് കീറിപ്പോയി, അതുകൊണ്ട് വന്ന പ്രശ്നമാണിത്. അപ്പം നമുക്ക് ഇങ്ങനെ നിന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇതൊരു അഭംഗിയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തിട്ട് ഒന്ന് സാഫ് പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീഫ് നമുക്ക് മാറിക്കിട്ടും. പിന്നീട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് ഷെയ്ഡിലേക്കൊക്കെ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും അടുത്ത ലീഫുകളൊക്കെ ഡാമേജ് ആകാതെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സ് സ്റ്റമ്മിലൂടെയും റൂട്ടിലൂടെയും ലീഫിലൂടെയൊക്കെയാണ് അതിനാവശ്യമായ വെള്ളവും വളമൊക്കെ വലിച്ചെടുക്കുന്നത്. ലീഫ് അറിയാം നമുക്ക്, അതിന് കുറെ സെൽസ് ഉണ്ട്. ആ സെൽസിൽ നിന്നാണ്, ആ സെൽസിന്റെ സഹായത്തോടെയാണ് അതിനാവശ്യമായ
ന്യൂട്രീഷ്യൻസൊക്കെ നമ്മുടെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ പൊടി നമ്മുടെ ലീഫിലൊക്കെ വന്ന് പറ്റിപ്പിടിച്ച് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ആ സെൽസ് എല്ലാം അടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ഈ ലീഫിന് അതിനാവശ്യമായ വെള്ളമൊക്കെ വായുവിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് മഞ്ഞളിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നനക്കുമ്പോൾ, നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നനച്ചു കൊടുക്കുമ്പോൾ ഈ ലീഫിലൊക്കെ ഒന്ന് നനച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൊടി പടലങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അതിൻ്റെ സെൽസൊക്കെ ഒന്ന് ഓപ്പണായി കിട്ടും. അതിനാവശ്യമായ ന്യൂട്രീഷ്യൻസ് അതിന് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ മഞ്ഞളിപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് മഴക്കാലത്ത് നമ്മുടെ ക്രൗൺ പോർഷനിലൊക്കെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോവും. പിന്നീട് വെയിലത്താണെങ്കിൽ സൺബേൺ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പിന്നീടുള്ളൊരു അവസ്ഥയെന്ന് പറയുന്നത് തണുപ്പാണ് കേട്ടോ. തണുപ്പെന്ന് പറയുന്നത് ഡിസംബറിൽ നല്ല മഞ്ഞൊക്കെയുള്ള സമയമായിരിക്കുമല്ലോ. അപ്പം നമുക്കറിയാം, നമുക്ക് നല്ല തണുത്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ തണുപ്പ് നമ്മുടെ ലീഫിനെ ബാധിക്കാറുണ്ട്. അതായത് അതിൻ്റെ സെൽസൊക്കെ ഒന്ന് ചുരുങ്ങിപ്പോവും. ആ തണുപ്പ് നമ്മുടെ ഇതിൻ്റെ ലീഫിൻ്റെ സെൽസിനെയൊക്കെ ചുരുക്കിക്കളയും. അപ്പോൾ അത് അതിനാവശ്യമായ ന്യൂട്രീഷ്യൻസ് വലിച്ചെടുക്കാൻ പറ്റാണ്ട് വരുമ്പോൾ അത് മഞ്ഞ കളറായി മാറാറുണ്ട്. പിന്നെ അതിന് പരിഹാരം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചൂട് കൊടുക്കുക എന്നുള്ള. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ മഞ്ഞുകാലത്തും നമ്മുടെ ലീഫ് മഞ്ഞളിച്ച് പോകാറുണ്ട്. അതിന് പ്രതിവിധി എന്താണെന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമായിരുന്നു. വെള്ളം കുറഞ്ഞു പോയാലും നമ്മുടെ ലീഫ് യെല്ലോ കളറായിട്ട് വരാറുണ്ട്. അതായത് ആദ്യം ഈ ലീഫ് യെല്ലോ കളറായിട്ട് പൊഴിഞ്ഞു പോകും. പിന്നീട് അടുത്ത് യെല്ലോ കളറായിട്ട് പൊഴിഞ്ഞു പോകും. അപ്പോൾ വെള്ളം കുറവുണ്ടെങ്കിലും നമ്മുടെ ലീഫ് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഫെർട്ടിലൈസർ നമ്മൾ ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ലീഫിലും സ്റ്റമ്മിലും മീഡിയത്തിലൊക്കെയാണല്ലോ. അപ്പോൾ ഫെർട്ടിലൈസർ കൂടിപ്പോയാലും അത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലീഫിലായിരിക്കും. ലീഫ് ഒന്ന് ആദ്യമേ ചെയ്യുന്നത് ഒന്ന് പതുക്കെ ഒന്ന് വാട്ടൽ പോലെ തോന്നും. പിന്നെ അതൊരു മഞ്ഞ കളറായി മാറി അത് കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടം കാണുമ്പോൾ തന്നെ നമ്മൾ പ്ലാന്റിലോട്ടൊക്കെ ഒന്ന് അതിൻ്റെ എഫക്റ്റ് കുറക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റത്തോളം ഒന്ന് വെള്ളം ഒന്ന് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫെർട്ടിലൈസറിൻ്റെ എഫക്റ്റ് ഒന്ന് കുറഞ്ഞു കിട്ടും. ഡിസീസ്, അതായത് രോഗങ്ങൾ മൂലവും നമ്മുടെ ഓർക്കിഡിൻ്റെ എല്ലാം മഞ്ഞളിക്കാറുണ്ട്. പലവിധ രോഗങ്ങളാണ് നമ്മുടെ ഓർക്കിഡിനെ ബാധിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ലെങ്തി ആയി പോവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതിലും കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അടുത്ത് ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് വരും. റിപ്പോർട്ടിംഗ് അതെല്ലാവർക്കും അറിയാവുന്ന ആളോ അല്ലേ. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ വാട്ടം നമ്മുടെ പ്ലാന്റിന് ഉണ്ടാവും. അപ്പോൾ അടിയിലുള്ള ചില ഇലകൾ കുറച്ച് 2-3 എണ്ണം ചിലപ്പോൾ പൊഴിഞ്ഞു പോയിന്ന് വരും. മഞ്ഞ കളറായിട്ട് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അതിൻ്റെ സ്ട്രെസ് കൊണ്ടാണ്. അത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. റൂട്ട് ഡാമേജ് ആകുക അതും ഒരു കാരണമാണ്. നമ്മുടെ ഇല മഞ്ഞളിക്കാനുള്ള അതൊരു കാരണമാണ്. റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വേരുകളൊക്കെ പൊട്ടിപ്പോകാം. പിന്നീട് മഴക്കാലത്താണെന്നുണ്ടെങ്കിൽ റൂട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് അതിന് എയർ സർക്കുലേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മുടെ റൂട്ടിന് എയർ സർക്കുലേഷൻ അതിനാവശ്യമായ രീതിയിൽ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ലീഫ് മഞ്ഞ കളറാകാറുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഓണം ഓഫർ, കോംബോ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് ഇനിയും വിളിക്കാം, നിർത്തിയിട്ടില്ല. ഈ മാസം അവസാനം വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ പേർക്ക് എനിക്ക് അഴിച്ചര കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അതായത് അറിയാലോ, ഓണത്തിൻ്റെ അവധിയൊക്കെ കൊണ്ട് നമുക്ക് പറ്റിയിട്ടില്ല. എനിക്കും സ്റ്റോക്കൊക്കെ തീർന്നു പോയി. അപ്പോൾ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്ക്
വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എല്ലാവർക്കും പ്ലാന്റ് അഴക്കുന്നതായിരിക്കും. ആരും പേടിക്കേണ്ട, എല്ലാവർക്കും അഴച്ചു തരും. പിന്നീട് ഞാനിത് നിർത്തട്ടെ, ഇനി ലെങ്തി ആക്കണ്ടല്ലോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.